നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ എക്സ് നിങ്ങളിലേക്ക് തിരികെ വരുമോ? വന്നാൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ? ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഇത്രയും നാൾ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയം മുതൽ നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വണ്ണം ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാര്യങ്ങളിലെല്ലാം ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് മേ ബി നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വെയിറ്റിങ്ങിലായിരിക്കാം. നിങ്ങളൊരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു റൈറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്പേസ് കൊടുക്കുക എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് കുറച്ച് സെൽഫ് ഫോക്കസ്ഡ് ആവേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നതായിട്ടും, മേ ബി നിങ്ങളുടെ പേഴ്സണ് ഒരു ജോലി കിട്ടുന്നതായിട്ടോ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലായിട്ട് കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാവുന്നതായിട്ടോ ആണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പാത്ത് ഫോളോ ചെയ്യുക. നിങ്ങൾ ഈ ഒരു സമയത്ത് എന്ത് സിറ്റുവേഷനിലൂടെയാണോ മുന്നോട്ട് പോകുന്നത് അത് എൻഡ് ചെയ്യുന്നത് ഒരു ബ്രൈറ്റ്നെസ്സിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ തിരികെ വന്നാലും ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ. നിങ്ങളുടെ ഗോൾസ് നേടിയെടുക്കാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഭയം, എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ട്. ഇവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് സ്കോർപിയോ ഉണ്ട്, പൈസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളോട് നിങ്ങൾക്കൊരു ഭയമുണ്ട്. ഈ ഒരു കാര്യം ശരിയാകുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയമുണ്ട്. പക്ഷെ ആ ഒരു ഭയമെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ ജോലിയിലേക്ക് മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് യൂണിവേഴ്സിൽ നിന്നൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇമോഷണൽ ഇംബാലൻസ് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജാണ് സറണ്ടർ ടു ഡിവൈൻ. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷനാണോ, എന്തുമാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, എന്ത് കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിലോട്ട് സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈനിൽ സറണ്ടർ ചെയ്യുക. I am surrendering all my worries and fears to the divine എന്ന് നിങ്ങളൊരു അഫർമേഷൻ പറയുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും. ഓക്കെ, അത്തരം ഒരു കാര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് മാനിഫെസ്റ്റ് ആകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്നും ആ ഒരു പേഴ്സണുമായിട്ടൊരു നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾ മുഴുവനായിട്ട് ഡിവൈന് വേണ്ടി സറണ്ടർ ചെയ്യുക. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്തുള്ള അവസരങ്ങളിൽ വന്നു ചേരുമെന്നാണ് ഇവിടെ കിട്ടുന്ന മെസ്സേജ്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ഒരു സ്ട്രഗിളിംഗ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അതിൽ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്റ്റിൽനെസ് കാണുന്നുണ്ട്.
ചിലപ്പോൾ ബ്ലോക്കായി പോയിട്ടുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ. അതുമല്ലെങ്കിൽ നിങ്ങളൊരു കോണ്ടാക്റ്റിൽ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പോലും ഒരു റിപ്ലൈയും നിങ്ങൾക്കൊരു ഫലവും കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഒരുപാട് പേര് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പ് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഫ്രീ ആകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു മോശം സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു സമയത്തും ഇനി മുന്നോട്ടുള്ള സമയത്തും നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഫ്യൂച്ചറിലും ആ ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടുതൽ പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ റിലീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷേ ഈ ഒരു സമയത്ത് അതിലൊരു ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സക്സസ് വളരെ കുറവാണ്. എല്ലാ പേരുടെയും റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ സഹിക്കാൻ വയ്യാത്ത എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു സമയത്തും നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഒരു നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ റിലീസ് ചെയ്യുക, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ റിലീസ് ചെയ്യുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. മേ ബി ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും ആയിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പേഴ്സൺ ഒരു 100% വിശ്വസിക്കാൻ കഴിയുന്നൊരു പേഴ്സൺ ആണെന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള തോട്ട്സ് നിങ്ങൾ ഉപേക്ഷിക്കുക, മനസ്സ് ക്ലാരിഫൈ ചെയ്യുക, പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക, പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ചില ആൾക്കാർക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നാൽ തന്നെയും നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ റിപ്പീറ്റ് ആകുമെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ വീണ്ടും അതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ടും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടും ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടും നിങ്ങൾക്ക് ഒരുപാട് വിഷമ ഘട്ടങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആവർത്തിച്ച് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.